വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിലാണ് വലിയ ലീഡ്. ഇടുക്കി ശ്രദ്ധിക്കണം, ഇടുക്കിയിലെ ലീഡ് നിലയിൽ പോലും 3000-ലധികം വോട്ടുകൾ UDF ഉണ്ടാകുന്നുവെങ്കിൽ ഒരുപക്ഷെ EVM മെഷീനിലേക്ക് വരുമ്പോൾ അത് ചിത്രം വലിയൊരു 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം UDF ഉണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് ഇടുക്കി. അവിടെയാണ് ഇത്തവണ UDF കൂടുതൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ടൈറ്റ് ഫൈറ്റ് ആണ്, 23-15. ബാക്കി വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ മുന്നേറ്റമാണ്. ഡൽഹിയിൽ ഇപ്പോഴും 7-7 അല്ലേ? 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം, അതായത് 543-ൽ 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം BJP NDA സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ രാജ്യത്ത് വീണ്ടും മോദി തരംഗം, രാജ്യത്ത് വീണ്ടും NDA അധികാരത്തിലേക്ക്. മൂന്നാം തവണയും നരേന്ദ്രമോദി കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം 15-14 എന്നുള്ളതാണ് ബംഗാളിൽ. തൃണമൂലിനെ BJP അട്ടിമറിക്കുമോ? ബംഗാളിൽ ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിൽ BJP പിന്നിലാണ് ബംഗാളിൽ. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ലീഡ് നില മാറുന്നു. ആലത്തൂരിൽ ഇപ്പോഴും LDF ലീഡ്, പാലക്കാട് LDF ലീഡ്, വടകരയിൽ LDF ലീഡ്, കണ്ണൂരിലും ലീഡ്. അത് പ്രതീക്ഷിച്ച കാര്യമാണ് തപാൽ വോട്ടുകളിൽ. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലെ ലീഡ് അത് UDFനെ ആവേശം കൊള്ളിക്കുന്ന ലീഡാണ്. തരൂർ വീണ്ടും മുന്നിൽ. മഞ്ജുഷ, വളരെ വ്യക്തമാണ്. UDFന്റെ പരമ്പരാഗത മേഖലകളിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ UDF നടത്തുന്നുണ്ട്. ഇടുക്കി ഉദാഹരിക്കാം, 3000-ലധികം ലീഡ്. കോട്ടയത്തേക്ക് വരുമ്പോൾ 843 വോട്ടുകളുടെ ലീഡിലേക്ക് കോട്ടയത്ത് UDFന്റെ അവസ്ഥ മാറുന്നുണ്ട്. അങ്ങനെ പരമ്പരാഗത UDF മേഖലകളിൽ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ തപാൽ വോട്ടുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചിത്രം. അതാണ് സംസ്ഥാന സാഹചര്യം. ഇനി വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് തപാൽ വോട്ടുകളുടെ മാത്രമല്ല, EVM-കളുടേതുമാണ്. ഇടുക്കിയിൽ ഇപ്പോൾ UDF 9765, LDF 6666, UDFന്റെ ലീഡ് 3099. ഇവിടെ കാസർഗോഡ് മാറി 217. കാസർഗോഡ് ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നത് 217 വോട്ടുകൾക്കാണ്. ആലത്തൂരിൽ LDFന് 370, UDFന് 390. UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയുടെ ലീഡാണ് വന്നിട്ടുള്ളത്. 3099 തൃശ്ശൂരിൽ LDFന്റെ ലീഡ് 5ലേക്ക് കുറയുന്നു എന്നുള്ളതുണ്ട്. LDF ആണ് തുടക്കം തൃശ്ശൂർ ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ 5ലേക്ക് LDF ലീഡ് തൃശ്ശൂരിൽ കുറയുന്നു. തുടങ്ങിയിട്ടുണ്ട്, അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. വടകരയിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും 37 ഭൂരിപക്ഷം കടന്നു. 281ലേക്ക് NDA സഖ്യം എത്തുന്നു. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ ലീഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ BJP മുന്നണി അംഗങ്ങൾ. രാജ്യത്ത് മോദി കാഴ്ച 466 സീറ്റുകളിലെ ഫലസൂചനകളാണ് വരുന്നത്. ഏറെക്കുറെ 90 സീറ്റുകളിലോടും ഫലസൂചനകൾ ഇനി വരാനിരിക്കുന്നു. അപ്പോഴാണ് ഈ ചിത്രമെന്ന് ഓർക്കണം. 290 ഇപ്പോൾ NDA മുന്നണിയുടെ ലീഡ് നില. അതിൽ മാറ്റമുണ്ടായേക്കാം, പക്ഷേ നിലവിലെ ചിത്രം അങ്ങനെയാണ്. രാജ്യത്ത് വീണ്ടും മോദി തരംഗം, അതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത്. 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. 283-ൽ 250 സീറ്റുകളിൽ BJP മാത്രം മുന്നിലാണ്. ബാക്കി സീറ്റുകളിലാണ് ഘടകകക്ഷികൾ ലീഡുള്ളത്. അങ്ങനെ കേവല ഭൂരിപക്ഷം കടന്ന് 400-ന് മുകളിൽ, ഏതാണ്ട് 400ഓളം സീറ്റുകളുടെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്നാണ് ഇപ്പോൾ NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത് 290-ആയി 161 ഇന്ത്യ സഖ്യത്തിന്. മധ്യപ്രദേശിൽ ഇപ്പോഴും BJPക്ക് 21 സീറ്റുകളിൽ ലീഡ്. അതായത് ഒന്നിൽ മാത്രമേ പിന്നിട്ട് നിൽക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ മുന്നേറ്റം. ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്. ബംഗാളിൽ തൃണമൂലിനൊപ്പം BJP. മഹാരാഷ്ട്രയിൽ 27 സീറ്റിൽ ഇപ്പോൾ NDA മുന്നിലാണ്. മഹാരാഷ്ട്രയിലും NDA കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുന്നോട്ട് വരികയാണ്. 45 സീറ്റുകളുടെ ലീഡിൽ അറിഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ മത്സരമാണ്. തമിഴ്നാട്ടിൽ 2ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു. കോയമ്പത്തൂർ അടക്കം 2 സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ 27 സ്ഥലങ്ങളിലാണ് NDA സഖ്യത്തിന് ലീഡ്. അങ്ങനെ തമിഴ്നാട്ടിലും BJPയുടെ ആദ്യഘട്ട ലീഡും ശ്രദ്ധേയമാവുകയാണ് ദേശീയ തലത്തിൽ. തമിഴ്നാട്ടിൽ ADMKക്ക് 2 ഇടങ്ങളിൽ ലീഡ് കാണിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ മാറ്റം ഉണ്ടായേക്കാം, പക്ഷേ തുടക്കത്തിൽ ആ ലീഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ചിത്രമുണ്ട്. അവിടെ ഒരു പക്ഷേ DMKക്ക് അവിടെ ചിലപ്പോൾ ഒരു സീറ്റും കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. പക്ഷേ അവിടെ DMK 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ DMK സഖ്യമാണ് കൂടുതൽ. കർണാടകത്തിൽ ഇപ്പോൾ കോൺഗ്രസ് 5 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. BJP 20 300 കടന്നു. NDA സഖ്യം 300 കടന്നു. 263 സീറ്റുകളിൽ ഒറ്റയ്ക്ക് BJPക്ക് ലീഡുണ്ട്. 300 കടന്ന് NDA സഖ്യം കേവല ഭൂരിപക്ഷവും കടന്ന് NDA കുതിക്കുകയാണ്. ഇനി 80ഓളം സീറ്റുകളുടെ
ഫലസൂചനകൾ ലഭ്യമാകാനുണ്ട്. 300 സീറ്റുകളിൽ ഇപ്പോൾ NDA പക്ഷേ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനും ചെറിയ പ്രതീക്ഷയുണ്ട്. കാരണം 23 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJP 51 സീറ്റുകളിലാണ് ലീഡ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷത്തിന് ഉത്തർപ്രദേശിൽ കുറച്ചുകൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ UDFന്റെ ലീഡാണ് ഉണ്ടാവുന്നത്. 30 വോട്ടുകളുടെ ലീഡാണ്. അത് പോസ്റ്റൽ വോട്ടുകളാവാം. EVM കണക്കുകൾ വരുന്നില്ല. ഇപ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ UDF പത്തനംതിട്ടയിൽ ലീഡ് തിരികെ പിടിക്കുന്നു എന്നതാണ് അവിടുത്തെ ചിത്രം. പത്തനംതിട്ടയിൽ UDF ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. ആന്റണി പത്തനംതിട്ടയിൽ മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ ഐസക് ആയിരുന്നു മുന്നിൽ. കാസർഗോഡ് LDF ലീഡ് ചെയ്യുന്നു. ഉണ്ണിത്താന്റെ ലീഡ് പോയി. കോട്ടയത്ത് UDF ആണ് ഇപ്പോഴും ലീഡ്. ആലപ്പുഴയിൽ LDF ആണ്. എറണാകുളത്ത് വലിയ ലീഡിലേക്ക് UDF പോവുകയാണ്. ഹൈബി വലിയ ലീഡിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ UDF മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതുപോലെ തന്നെ കാസർഗോഡ് LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പാലക്കാട് ഇപ്പോഴും LDF ലീഡ് ചെയ്യുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 680 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ ജോയ് LDF മുന്നിൽ നിൽക്കുന്നു. ആലത്തൂരിൽ 20 വോട്ടുകൾക്ക് ലീഡുകളാണ് ഏറ്റവും പ്രധാനം. ഇടുക്കിയിൽ 3099 വോട്ടുകൾക്കാണ് UDF ലീഡ് ചെയ്യുന്നത്. എറണാകുളത്താകട്ടെ 1927 വോട്ടുകൾക്ക് പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട ലീഡ് നിലകൾ വരുമ്പോൾ EVM തുടക്കത്തിൽ എണ്ണുമ്പോൾ വലിയ ലീഡിലേക്ക് എറണാകുളത്തും ഇടുക്കിയിലും, അതായത് UDFന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ വലിയ കുതിപ്പ് നടത്തുന്നു. അത് ശ്രദ്ധേയമാണ്. UDFന്റെ പരമ്പരാഗത ഇടങ്ങളിൽ കോട്ടയമാവട്ടെ, ഇടുക്കിയാവട്ടെ, പത്തനംതിട്ടയാവട്ടെ, അവിടെ ലീഡ് നില വലിയ രീതിയിലേക്ക് വരുന്നു. ഇടുക്കി പ്രധാനമാണ്. എറണാകുളത്ത് ഈസി ആയിട്ട് പോവുകയാണ്. കോഴിക്കോട് പക്ഷേ UDFും LDFും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. 280 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF മുന്നിൽ. സൈത്ത് പറഞ്ഞതുപോലെ ഇടുക്കിയും എറണാകുളവും UDFന്റെ തേരോട്ടം എന്ന് തോന്നിക്കുന്നു. കോട്ടയത്ത് പക്ഷേ ആ സ്ഥിതി കാണുന്നില്ല. വയനാട്ടിൽ UDFന്റെ അതേ മുന്നേറ്റം തന്നെ നടക്കുകയാണ്. പരമ്പരാഗത സീറ്റുകളിൽ UDF മുന്നേറുന്ന കാഴ്ചയാണ്. അതേസമയം LDFന് വടക്കൻ മേഖലകളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള സംശയം പോലും ഈ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ EVMന്റെ റിസൾട്ട് ഉത്തർപ്രദേശിന്റെ പുതിയ ചിത്രം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റ സൂചന അവിടെ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഉത്തർപ്രദേശിന്റെ കണക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് സ്ക്രീനിലേക്ക് ഉടൻ തന്നെ ഉത്തർപ്രദേശിന്റെ കണക്കുകൾ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ 51 സ്ഥലങ്ങളിൽ NDA, ഉത്തർപ്രദേശിലെ 51 സ്ഥലങ്ങളിൽ NDA, 21 സ്ഥലങ്ങളിൽ 23 സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം, അതായത് 23 സ്ഥലങ്ങളിൽ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് വരുന്നു. 51 ഇടങ്ങളിൽ മാത്രമാണ്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ 64 സീറ്റുകളാണ് NDAക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 51 ഇടങ്ങളിൽ മാത്രമാണ് ലീഡ്. 21 സ്ഥലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം അവിടെ ലീഡ് ചെയ്യുന്നു എന്നത് NDAക്ക് തിരിച്ചടിയാണ്. രാജ്യത്തെ ഫലസൂചനകളിൽ നിർണായകവുമാണ്. 12 സീറ്റുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശശി തരൂർ വീണ്ടും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും തരൂരിന്റെ ലീഡ് 300 എത്രയാണ് ഇപ്പോഴത്തെ? തരൂർ 811 വോട്ടിന് മുന്നിൽ എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 811 വോട്ടുകൾക്ക് തരൂർ മുന്നിൽ. പത്തനംതിട്ടയിൽ ആന്റണി UDF 56 വോട്ടുകൾക്ക് മുന്നിൽ. അപ്ഡേറ്റ് ഇതാണ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ UDF മുന്നിലാണ്. എല്ലായിടത്തും EVM എണ്ണി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 4324. ഈ കണക്ക് പരിശോധിക്കപ്പെടണം മഞ്ജുഷ്. 4324 എന്നത് ഒരുപക്ഷെ EVM മെഷീനിൽ വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു വിജയം തുടക്കത്തിലെ ലീഡിന് ശേഷം മുകേഷ്, LDF സ്ഥാനാർത്ഥി മുകേഷ് പുറകോട്ട് പോകുന്ന കാഴ്ചകൾ ഇപ്പോഴുണ്ട്. കൊല്ലത്ത് തുടക്കത്തിൽ ഒരു ചെറിയ കൗതുകമുണർത്തിയ ഫലമായിരുന്നു. മുകേഷ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്നത്. കൊല്ലത്ത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പുറകോട്ട് പോയിരിക്കുന്നു. പ്രേമചന്ദ്രന്റെ ലീഡ് നില ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. UDF 1332 വോട്ടുകൾക്ക് കൊല്ലത്ത് മുന്നിലാണ്. 1332 എന്ന കുതിപ്പിലേക്ക് UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കണക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതാണ് സാഹചര്യം, അതാണ് ചിത്രം. ദേശീയ തലത്തിലുള്ള ചിത്രം വേഗത്തിൽ ഒന്നുകൂടെ നോക്കാം. 297ലേക്ക് NDAയുടെ ലീഡ് നില മാറുന്നു. സീറ്റുകളുടെ എണ്ണം 297. ഇന്ത്യ മുന്നണി 161. ഉത്തർപ്രദേശിന്റെ ചിത്രത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. NDA 53ഉം ഇന്ത്യ മുന്നണി 24 ഉത്തർപ്രദേശ് എന്ന ഹിന്ദി മേഖലയിൽ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന ചിത്രം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. 77 ലീഡ് വരുമ്പോഴാണ് BJPയോടൊപ്പം അല്ലെങ്കിൽ പകുതി പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന്. ഉത്തർപ്രദേശിൽ അതിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കർണാടകത്തിലും കോൺഗ്രസിൽ 5